വയലാർജി അവര് ഫോട്ടോ അങ്ങോട്ട് നോക്കിയേ. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് വയലാർ രവിയെ വീട്ടിലെത്തി സന്ദർശിച്ചു. കാക്കനാട് വാഴക്കാലയിൽ വിശ്രമത്തിലുള്ള വയലാർ രവിയുടെ വീട്ടിലെത്തിയാണ് വി.ഡി. സതീശൻ സന്ദർശനം നടത്തിയത്. ഏകദേശം അരമണിക്കൂറോളം വയലാർ രവിയുടെ വീട്ടിൽ ചെലവഴിച്ച അദ്ദേഹം കുടുംബാംഗങ്ങളുമായി പാർട്ടി പ്രവർത്തകരുമായി അല്പസമയം ചെലവഴിച്ചതിന് ശേഷം മടങ്ങി. നിങ്ങൾക്കറിയാവോ, ഒരു സംഭവം ഞാൻ പറഞ്ഞു. ഞാൻ അമ്മയോട് പറഞ്ഞമ്മ, എനിക്ക് എല്ലാവരും എന്നെ ഇഷ്ടമാണ് അമ്മ. അമ്മ ഒരു വണ്ടിക്കൂടെ അച്ഛൻ അറിയണ്ട. ഞാനും പറയേണ്ടത് ഇപ്പൊ നീ പോയി. അങ്ങനെയാണ് ഞാൻ പോയി ആലപ്പുഴ പോയി ST കോളേജ് പഠിച്ചത്. അതായിരുന്നു കഥ. അവിടെ ഒരു ഗുണം കിട്ടി. എനിക്ക് പ്രസംഗിച്ച് അവസാനം പുറത്താക്കി എന്നെ കോളേജിൽ നിന്ന്. മാത്രമല്ല വേറെ പണിയും ചെയ്തു. വേറെ ക്രിസ്ത്യാനികളുടെ വേറെ ഒരു ഹിന്ദുവിനെ കല്യാണം കഴിച്ചു. അതിന്റെ കാർമ്മികത്വം ഇവർ രണ്ടുപേരും കൂടിയാണ്. അതറിയില്ല, ഇവർ രണ്ടുപേരും കൂടിയാണ് അതിന്റെ കാർമ്മികത്വം വഹിച്ചത്. അവിടെ താമസിച്ചത് ഒരാഴ്ച. രണ്ട് മാസം. നിങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ അറിയേണ്ട ഒരു റിയാലിറ്റി ഉണ്ട്. ഒരു കാലത്ത് അച്ഛനെ അനുഗ്രഹിക്കും. അപ്പൊ ഈ ഷോളിട്ട് അനുഗ്രഹിക്കാം. അല്ല, മുഖ്യമന്ത്രി ഇങ്ങോട്ട് തിരിഞ്ഞ് പതുക്കെ ഇങ്ങോട്ട്. എടാ, ഞാൻ കൊല്ലനല്ല. മനുഷ്യന്റെ കൈ പിടിക്കാൻ വയലാർജി അവര് ഫോട്ടോ എനിക്കൊരു കുഴപ്പമില്ല. രാവിലെ അയ്യോ വയനാട്ടിൽ പോകുമ്പോൾ കാണാൻ സാധനം വയലാർജിയെ സന്ദർശിച്ച് അദ്ദേഹത്തിന്റെ അനുഗ്രഹം തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തിലുള്ള തീപ്പൊരിയായിട്ടുള്ള നേതാവാണ് വയലാർ രവി എന്ന് പാർലമെന്റിൽ എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്ന തീപ്പൊരിയായിരുന്ന നേതാവായിരുന്നു. ഞങ്ങൾക്കൊക്കെ വലിയ ആവേശമായിരുന്നു. ഞങ്ങളുടെ ചെറുപ്പത്തിൽ, ഞങ്ങളുടെ വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിലെല്ലാം വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ എല്ലാവരെയും മത്സരത്തോടെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച ഒരാളായിരുന്നു. വഴക്കൊക്കെ പറയും, ദേഷ്യമൊക്കെ കൊടുക്കും. പക്ഷേ സ്നേഹവും വാത്സല്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം ഇപ്പോൾ 90 വയസ്സ് തികയാണ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടിയാണ് ഞാൻ എത്തിയത്. എനിക്ക് എറണാകുളത്തേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ അദ്ദേഹത്തെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കാണുന്നതിന് അദ്ദേഹം ദൈവം അനുഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ടായിരുന്നു അനുഗ്രഹിച്ചു. Thank you.